ആരാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്, എക്സ് ഓർ നെക്സ്റ്റ്. ഓക്കെ, എക്സ് ആണോ അതോ പുതിയൊരു പേഴ്സൺ ആണോ വരുന്നത് എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ട് ഞാൻ പൈൽ വെച്ചിട്ടുണ്ട്, ഏഞ്ചൽസ് കാർഡ് വെച്ചേക്കുന്നത്. ഒരു കാർഡ് വന്നിരിക്കുന്ന അബൻഡൻസ് ഉണ്ട്, ഒന്ന് ടേക്ക് ആക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ചൂസ് ചെയ്യാൻ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പൈൽ 1 പൈൽ 2 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അബൻഡൻസ് ആണ് പൈൽ 1 ആക്കി ഞാൻ കൊടുക്കുന്നത്. പൈൽ 2 എന്ന് പറയുന്നത് ടേക്ക് ആക്ഷൻ ആണ് കാർഡാണ്. ഓക്കെ, സോ പൈൽ 1ൻ്റെ കാർഡ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇപ്പോൾ എബണ്ടൻസ് ചൂസ് ചെയ്ത ഒരു പേഴ്സൺ, മീൻസ് പൈലാണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു പുതിയൊരു പേഴ്സണാണ്. കാരണം സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണാണ്, ഭയങ്കര ബിസിനസ് ആയിരിക്കും ജോലി, ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൈൻഡുള്ള ഒരു പേഴ്സണാണ്. ഭയങ്കരമായിട്ട് കൂടുതലും ഫോക്കസ് ബിസിനസ്സിലേക്ക്, അങ്ങനെ ജോലി കരിയർ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ചെയ്ത ഒരു പേഴ്സൺ ആയിരിക്കും. ആൾ ഭയങ്കര നൈറ്റ് ഓഫ് സോട്ട്സ് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു, കുറച്ചുകൂടി സെലിബ്രിറ്റി ഒക്കെ പോലെ നല്ല ഫാൻസൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ആൾ എല്ലാവരും നല്ല രീതിയിൽ നോട്ടീസ് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ ഭംഗി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആളുടെ കഴിവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആൾ ഭയങ്കര ഒരു വെൽത്തി മാൻ ആയിരിക്കാം. അങ്ങനെ ആളുടെ എന്തൊക്കെയോ ഒരു സക്സസ് എന്നൊരു നല്ലൊരു പട്ടാഭിഷേകം ചെയ്തു വരുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. മേ ബി ആൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സക്സസ് ആവുന്ന ഒരാളായിരിക്കാം. ഭയങ്കര കോൺഫിഡൻറ്റ് ആയിട്ടുള്ള, ഭയങ്കര ചാമിങ്, നല്ല ഭംഗിയുള്ള, സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ അബൻഡൻസ് ഒക്കെ ഉള്ള, മനസ്സിലായോ? കാരണം നമ്മുടെ അബൻഡൻസിൻ്റെ കാർഡാണ് ഫസ്റ്റ് തന്നെ കിട്ടിയേക്കുന്നത്. നമുക്ക് വന്നതും അബൻഡൻസ് ആണ്. സോ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ദാറ്റ് മീൻസ് ഒരു പുതിയ നിങ്ങളിപ്പോൾ കരിയറിലൊക്കെ സ്റ്റക്ക് ആയി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പേഴ്സണിൻ്റെ ഒരു എൻട്രിയിലൂടെ നിങ്ങളുടെ കരിയർ സക്സസ് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഫിനാൻഷ്യലി ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ മൈൻഡുള്ളൊരു പേഴ്സണാണ്, സഹായിക്കാൻ അങ്ങനെ ആഗ്രഹമുള്ളൊരു പേഴ്സണാണ്. ഓക്കെ, അതാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആയാലും സാമ്പത്തികമായി നിങ്ങൾക്ക് സ്റ്റോപ്പ് ആണെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അബൻഡൻസിലേക്ക് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് തരാൻ, അല്ലെങ്കിൽ നിങ്ങളെ അതിലേക്ക് കൊണ്ടുപോകാൻ വരുന്ന ഒരാളാണ്. നിങ്ങളവർ ഭയങ്കര ഒരു ഒരു ഫെമിനിൻ എനർജി ആയിട്ടാണ് കാണുന്നത്. ദാറ്റ് മീൻസ് ഹൈ പ്രീസ്റ്റസ് എനർജി ആയിട്ടാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കും ഭയങ്കര ഇൻറ്റ്യൂട്ടീവായിട്ട് ലേഡി ആയിട്ടൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളും കാണാനും നല്ല ചാർമിങ് ഒക്കെ ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. നല്ല ഭംഗി, നല്ല ഹൈറ്റൊക്കെ ആയിട്ട്, നല്ല ഹെയറൊക്കെ ഉണ്ട്, തടിയിൽ ഭയങ്കര ഒരു മെലിഞ്ഞ ശരീരം പോലെ. എനിക്ക് അങ്ങനത്തെ ഒരു ഇൻറ്റ്യൂഷനായിട്ടോ കിട്ടുന്നത്. എല്ലാവരും ഇപ്പം അങ്ങനെ എനിക്ക് റെസനേറ്റ് ആവാണ് എടുക്കുക. ഒരു യിൻ എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളും കുറച്ച് സ്പിരിച്വലൊക്കെ ആയ ഒരു പേഴ്സൺ ആണെന്ന് ആൾക്ക് മനസ്സിലാവുന്നുണ്ട്. മേ ബി ആൾക്കും ആ ഒരു ടച്ച് ഉണ്ടായിരിക്കും. നിങ്ങളോട് ഭയങ്കര ഒരു അഡ്മിറേഷൻ കൊണ്ട് വരുന്നതാണ്. മേ ബി നിങ്ങൾ ഇതുപോലൊരു കുറേ ഫാൻസൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. കുറേ പേരൊക്കെ നിങ്ങൾക്ക് പ്രപ്പോസൽസ് വന്നിട്ട് ഒരു അങ്ങനെയൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു പേഴ്സണൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരിക്കാം നിങ്ങളും. ഭയങ്കര ഫ്യൂസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് എടുത്ത് ചാടി അങ്ങനെ ഒരു എന്താ പറയുക, നൈറ്റ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും വരിക. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടായിരിക്കും, ഒരു മിറാക്കിൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രപ്പോസൽസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക. കാരണം നല്ലൊരു കാര്യമായിട്ടാണ് കാണിക്കുന്നത്. യെസ്, ഓഫ് കോഴ്സ് കിങ് ഓഫ് കപ്സ് എനർജി ഉണ്ട്, നല്ല രീതിയിൽ ലവ് എനർജിയൊക്കെ ഉള്ള ഒരു പേഴ്സണാണ്. കിങ് ഓഫ് വാൻസ് ഒരു കിങ്ങിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. മേ ബി കിങ്ങിൻ്റെ പോലെ തന്നെ കാണാനും അതോറിറ്റീവായിട്ടുള്ള പവറൊക്കെ ഉള്ളതും, ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ അത്രയും മെച്യൂരിറ്റി ഒക്കെ ഉള്ള അങ്ങനെ ഒരു പേഴ്സൺ ആയിരിക്കും. ഓക്കെ, കാണാനും അങ്ങനത്തെ ഒരു ഭംഗിയും അവരുടെ ക്യാരക്ടർ ആയാലും കുറച്ച് ഈഗോ മീൻസ് കുറച്ച് ഒരു ഹെഡ് വെയിറ്റ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഫസ്റ്റ് പൈൽ എടുത്തവർക്ക് അങ്ങനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ധാരാളം അബൻഡൻസിൻ്റെ ഫ്ലോ ഇനി വരാൻ പോകുന്നുണ്ട്. ഓക്കെ, എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നമുക്ക് കാർഡ്സിലും അതാണ് കാണുന്നത്. ഓക്കെ, അബൻഡൻസിൻ്റെ ധാരാളമായിട്ടുള്ള ഫ്ലോ ഇനി വന്ന് തുടങ്ങുകയാണ്. ഓക്കെ, സോ അതാണ് പൈൽ 1 എടുത്തവരെ കാണിക്കുന്നത്. ഇനി നമുക്ക് പൈൽ 2 നോക്കാം. സോ പൈൽ 1 നമ്മൾ പറഞ്ഞ പോലെ ഒരു പുതിയ പേഴ്സൺ ആട്ടോ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കാണുന്നത് കാർഡ്സിൽ. പൈൽ 2ൻ്റെ നോക്കാം. പൈൽ 2ൻ്റെ നമുക്ക് ലവ് ബോസ് കാർഡ് കിട്ടിയിട്ടുണ്ട്. മേ ബി നിങ്ങൾക്ക് വരാൻ പോകുന്നത് ടേക്ക് ആക്ഷൻ എന്ന കാർഡാണ് പൈൽ 2 എന്ന് പറയുന്നത്. സോ അതിൽ മേ ബി ഒരു സോൾമേറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്നൊരു പേഴ്സണാണ് വരുന്നത്. മേ ബി ചിലപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ഒക്കെ ആയി പോയ ആളായിരിക്കാം. എക്സ് എന്നൊരു വേർഡ് പറയാം നമുക്ക്. അല്ലെങ്കിൽ എന്താണ്, നിങ്ങളൊരു പാസ്റ്റ് പേഴ്സണാണ് പൈൽ 2 സെലക്ട് ചെയ്ത ആൾ വരുന്നത്. ഭയങ്കര സോൾ കണക്ഷൻ ഉള്ളൊരു പേഴ്സണാണ് വരുന്നത്. നിങ്ങൾ സെപ്പറേഷനൊക്കെ ആയി നിൽക്കുകയാണെങ്കിൽ ഏജ് ഓഫ് വാൻസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് തലങ്ങളിൽ പോകുന്നു. വാൻസ്, ഫയർ എനർജി.
ഓക്കെ, കിങ് ഓഫ് സോഴ്സ് കുറച്ച് ഈഗോസ്റ്റിക് ഒക്കെ ഉണ്ട്. ഒരു കിങ് ഓഫ് സോഴ്സിലേക്ക് ഞാൻ പിടിച്ച വാൾ അങ്ങനെ പറയില്ലേ, അങ്ങനെ ഭയങ്കര കുറച്ച് മാനിപ്പുലേഷൻ എന്നല്ല, പക്ഷെ ആളൊരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഒക്കെ തരാൻ പറ്റുന്ന ഒരു പേഴ്സണാണ്. ലോട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ മെസ്സേജസ് കോൾസും നിങ്ങളോട് ഭയങ്കര ഒരു നല്ല നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ കൂടിയാണ്. ചിലപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതിന് കൂടുതൽ ക്ലാരിറ്റി വരുന്നുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിൽ സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന പേഴ്സണ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കും എക്സ്. അപ്പോൾ അവരിൽ നിന്ന് കുറേ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ, കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങളുടെ വീൽ ഓഫ് ഫോർച്യൂൺ തിരിഞ്ഞ് നല്ലൊരു ഗുഡ് ടൈമാണ് നിങ്ങൾക്ക് വരാൻ പോവുകയാണ് കാണിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ നിങ്ങൾ വിട്ടുപോയ സമയത്ത് അവർ കുറേ കർമ്മങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അവർ എന്താ പറയുക, റിയലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും എൻ്റെ പേഴ്സൺ അതായിരുന്നു. അപ്പോൾ അവരതൊക്കെ മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരവാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് മീൻസ് ഇവർ വരുന്നതെങ്കിൽ പോലും അവർ കുറേ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത് അവർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് കേട്ടോ ഇത്. ഇത് ആരും കഷ്ടപ്പെട്ട് നിങ്ങളെ റീഡിംഗ് ആയിട്ട് അങ്ങനെ റെസനേറ്റ് ചെയ്യാൻ നോക്കണ്ട. ചിലപ്പോൾ ഇത് കാണുന്നവർ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരിക്കും, എൻ്റെ പേഴ്സണിന് വരാൻ പോകുന്ന എക്സ് ആണോ, ഇത് പുതിയ ആണോ, അപ്പോൾ അവർക്ക് ഒന്നുകൂടി റെസനേറ്റഡ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. സോ ഇതാണ് കാണിക്കുന്നത്. സോ നമ്മുടെ പഴയൊരു പേഴ്സൺ ലവ് പോസ്റ്റ് കാർഡ് വന്നിട്ടുണ്ട് ഇതിൽ. നിങ്ങളുടെ ഏതോ ഒരു ജന്മത്തിൽ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഈ ജന്മം എടുത്തിട്ട് നിങ്ങളിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വന്നൊരു പേഴ്സണാണ്. യെസ്, അഗെയിൻ എംപറർ കാർഡ് എന്ന് പറയുന്നത് അവർ കുറച്ച്, ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ഒരു മാനിപ്പുലേഷൻ, ഭയങ്കര ഒരു കാര്യം തീരുമാനിച്ചാൽ അവിടെ ഉറച്ച സ്റ്റെബിലിറ്റി കൂടുതലുണ്ടായിരിക്കും. നല്ലൊരു ബാലൻസ്ഡ് ആയൊരു പേഴ്സൺ ആയിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താ പറയുക, അവരങ്ങനെയാണെങ്കിൽ പോലും എംപറർ എന്ന് പറയുന്ന പോലെ അവരങ്ങനെയാണെങ്കിൽ പോലും ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ഹാർട്ടായിരിക്കും അവർ. പുറത്തൊരു റൂഡ്നെസ് ആണെങ്കിൽ ഉള്ളിലൊരു ഭയങ്കര ഒരു നർച്ചറിങ്, നല്ല കെയറും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് തരാനും ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു പാർട്ട്ണറായിരിക്കും. ഓക്കെ, സോ അതാണ് കാണിക്കുന്നത് കേട്ടോ. അതാണ് നിങ്ങൾക്ക് ടേക്ക് ആക്ഷൻ എന്ന കാർഡ് ചൂസ് ചെയ്തവരുള്ള റീഡിംഗ് ആണ് പറഞ്ഞത്. സോ ഇത് വരുന്നത് നിങ്ങളുടെ ഒരു പഴയ ഒരു പേഴ്സൺ ആയിരിക്കും, ഒരു എക്സ് അല്ലെങ്കിൽ എക്സ് എന്നൊരു ആളില്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന, ഏതെങ്കിലും ലൈഫ് ടൈമിൽ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും തിരിച്ചു വരുന്നുണ്ടായിരിക്കുക. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ അതാണ് റീഡിങ് വന്നിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.